നമ്മുടെ മലയാള സിനിമയിലെ നടിമാർ അഭിനയത്തിന് മോശമല്ലാത്ത പ്രതിഫലമാണ് വാങ്ങുന്നത്. എന്നാൽ ചില നടിമാർ അഭിനയത്തിലൂടെ മാത്രമല്ല മറ്റു ചില സൈഡ് ബിസിനസ്സുകളിലൂടെയും നല്ല രീതിയിൽ പണം സമ്പാദിക്കുന്നുണ്ട്. നമ്മുടെ മലയാള സിനിമയിലെ ചില നടിമാരുടെ സൈഡ് ബിസിനസ്സുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. പൂർണിമ ഇന്ദ്രജിത്ത് 1986 പുറത്തിറങ്ങിയ 1 മുതൽ 0 വരെ എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സിനിമാ മേഖലയിലേക്ക് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് മലയാളം, തമിഴ് ഭാഷകളിലായി നിരവധി സിനിമകളിലും TV പ്രോഗ്രാമുകളിലും തമിഴിൽ ഉൾപ്പെടെ TV സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് പൂർണിമ ഇന്ദ്രജിത്ത്. 2001 പുറത്തിറങ്ങിയ ഡാനി എന്ന ചിത്രത്തിലാണ് വിവാഹത്തിന് മുൻപായി അവസാനമായി അഭിനയിച്ചത്. പിന്നീട് 17 വർഷങ്ങൾക്ക് ശേഷം 2019 വൈറസ് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് ശക്തമായി മടങ്ങി വരികയും ചെയ്തു. സിനിമയിൽ മാത്രമല്ല സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ്സുകാരി കൂടിയാണ് പൂർണിമ ഇന്ദ്രജിത്ത്. വസ്ത്രങ്ങളുടെ നിർമ്മാണവും വിൽപ്പനയുമാണ് പൂർണിമയുടെ ബിസിനസ്. പ്രാണ എന്ന സ്വന്തം ബ്രാൻഡിലാണ് പൂർണിമ വസ്ത്രങ്ങൾ വിൽക്കുന്നത്. കൊച്ചിയിലാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അധികവും മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമയിലെ പ്രമുഖ താരങ്ങളാണ് പൂർണിമ ഇന്ദ്രജിത്ത് ഡിസൈൻ ചെയ്യുന്ന വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നത്. കൂടാതെ മോഡലിംഗ് രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട് ഇവർ. ഭീമ ജ്വല്ലേഴ്സ്, ഹോർലിക്സ്, സ്വാ ഡയമണ്ട്സ്, ഹീന ഹെയർ കെയർ തുടങ്ങിയ ചില ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസഡറും മോഡലും കൂടിയായിരുന്നു പൂർണിമ ഇന്ദ്രജിത്ത്. ഇതിലൂടെയും ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിലാണ് പൂർണിമയുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ അടുത്ത താരം കാവ്യ മാധവനാണ്. 1991 പുറത്തിറങ്ങിയ പൂക്കാലം വരവ എന്ന സിനിമയിലൂടെ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് കാവ്യ മാധവൻ സിനിമയിലെത്തിയത് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നീട് ഒരുപാട് സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചതിന് ശേഷം 1999 പുറത്തിറങ്ങിയ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ നായികയായി അഭിനയിച്ച് പിന്നീട് മലയാളത്തിലെ മുൻനിര നായികയായി മാറുകയായിരുന്നു. 2016 വരെ സിനിമാ രംഗത്ത് സജീവമായിരുന്ന കാവ്യ മാധവൻ ദിലീപുമായുള്ള വിവാഹത്തെ തുടർന്ന് പിന്നീട് സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു. 2016 പുറത്തിറങ്ങിയ പിന്നെയും എന്ന ചിത്രമാണ് കാവ്യയുടേതായി ഇതുവരെ അവസാനമായി പുറത്തിറങ്ങിയ സിനിമ. എന്നാൽ കാവ്യ മാധവൻ ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരിയായിരുന്നു. വസ്ത്രവ്യാപാര രംഗത്തായിരുന്നു കാവ്യ മാധവന്റെ താല്പര്യം. ലക്ഷ്യ എന്നൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് കൊച്ചിയിൽ സ്വന്തമായി ഉണ്ടായിരുന്നു കാവ്യ മാധവന്. മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഇന്നസെന്റും ചേർന്നായിരുന്നു ഈ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിരുന്നത്. ഡിസൈൻഡ് സാരികളും പ്രിന്റഡ് ഷർട്ടുകളും ഡെയിലി വെയർസും ഒക്കെ ആയിരുന്നു ഷോപ്പിൽ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് 2017 ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് കാവ്യ മാധവന്റെ ടെക്സ്റ്റൈൽസിൽ പോലീസ് റെയ്ഡ് ഉണ്ടാകുകയും ചെയ്തിരുന്നു. 2022 ഈ ഷോപ്പിന് തീ പിടിച്ച് നശിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ധാത്രി, VKC, നിറപറ, പാരാഷൂട്ട്, ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അനുശ്വര സിൽക്സ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസഡർ കൂടിയായിരുന്നു കാവ്യ മാധവൻ. നമ്മുടെ അടുത്ത താരം ലെനയാണ്. മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിലായി 175ലേറെ സിനിമകളിൽ അഭിനയിച്ച നടിയാണ് ലെന. ജയരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സ്നേഹം എന്ന ചിത്രത്തിലൂടെയാണ് ലെന സിനിമയിലേക്ക് എത്തുന്നത്. എന്നാൽ സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ നിരവധി സീരിയലുകളിലും ലെന അഭിനയിച്ചിരുന്നു. ഇപ്പോഴും ക്യാരക്ടർ റോളുകളിലൂടെ സിനിമയിൽ സജീവമായ ലെന സിനിമ അഭിനയത്തിൽ മാത്രമല്ല മറ്റു പല മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. നിരവധി സിനിമകളിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും പ്രധാനപ്പെട്ട പല TV പ്രോഗ്രാമുകളിൽ അവതാരികയായും നിരവധി ആൽബങ്ങളിലും ലെന അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ സിനിമ അല്ലാതെ ലെനയുടെ പ്രധാന ബിസിനസ് ഫിറ്റ്നസ് രംഗത്താണ്. കൊച്ചിയിൽ സ്വന്തമായൊരു വെയ്റ്റ് ലോസ് സെന്റർ ഉണ്ട് ലെനയ്ക്ക്. ആകൃതി എന്നാണ് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ലെനയുടെ ഫിറ്റ്നസ് സെന്ററിന്റെ പേര്. വളരെ നല്ല രീതിയിൽ തന്നെ ലെനയുടെ ഫിറ്റ്നസ് സെന്റർ മുന്നോട്ട് പോകുന്നുണ്ട്. കൂടാതെ 2023 ലെന ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു. ദ ഓട്ടോഗ്രാഫി ഓഫ് ഗോഡ് എന്നായിരുന്നു പുസ്തകത്തിന്റെ പേര്. കൂടാതെ ചില പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡർ കൂടിയായിരുന്നു ലെന. ഗ്രാൻഡ് മാസ്, MJ ഫുഡ്സ്, ഇന്ദുലേഖ, ബ്രിങ്ക ഹെയർ ഓയിൽ, മരുദ്വ, പഞ്ചജീരകം തുടങ്ങിയ കമ്പനികളായിരുന്നു അവ. ഇതിനെല്ലാത്തിനും പുറമെ ലെനാസ് മാഗസിൻ എന്നൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് നമ്മുടെ നടി. നമ്മുടെ അടുത്ത താരം കനിഹയാണ്. 2002 പുറത്തിറങ്ങിയ 5 സ്റ്റാർ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് കനിഹ സിനിമാ അഭിനയത്തിലേക്ക് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ജയറാം നായകനായി എത്തിയ ഭാഗ്യദേവത എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് കനിഹ എത്തുന്നത്. മലയാളത്തിലെ പ്രമുഖ താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം തുടങ്ങിയവരോടൊപ്പം അഭിനയിച്ച കനിഹ ഇപ്പോൾ സീരിയലുകളിൽ സജീവമാണ്. നിരവധി പ്രോഗ്രാമുകളിൽ ജഡ്ജായും അവതാരികയായും ഇവർ പ്രവർത്തിക്കുന്നു. എന്നാൽ എന്താണ് കനിഹയുടെ ബിസിനസ്? ഫിറ്റ്നസ് രംഗത്താണ് കനിഹ ബിസിനസ് നടത്തുന്നത്. ചെന്നൈയിൽ സ്വന്തമായി കനിഹയ്ക്കൊരു ഹെൽത്ത് കെയർ സെന്റർ ഉണ്ട്. മെഡൽ ഡയഗ്നോസ്റ്റിക്സ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. ചെന്നൈയിൽ പ്രവർത്തിക്കുന്ന ഈ ഹെൽത്ത് കെയർ സെന്റർ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രമല്ല പല പ്രമുഖ കമ്പനികളുടെയും മോഡലും ബ്രാൻഡ് അംബാസഡറും ആയിരുന്നു കനിഹ. ദ ചെന്നൈ സിൽക്സ്, കല്യാൺ സാരീസ് ആൻഡ് ജ്വല്ലേഴ്സ്, രത്ന തങ്കമാളികை, ടാറ്റ ഗോൾഡ് പ്ലസ്, SPP സിൽക്സ്, ആച്ചി മസാല, സീമാസ്, ICL ഫിൻകോർപ്പ്, മഹാലക്ഷ്മി സിൽക്സ്, എൻ സ്റ്റൈൽ തുടങ്ങിയവ ചില കമ്പനികളാണ്.
ഇവയുടെയൊക്കെ പരസ്യചിത്രങ്ങളിലൂടെയും നല്ല രീതിയിൽ വരുമാനം നേടാൻ കനിഹയ്ക്ക് സാധിച്ചിരുന്നു. നമ്മുടെ അടുത്ത താരം അമല പോളാണ്. 2009 പുറത്തിറങ്ങിയ നീലത്താമര എന്ന സിനിമയിലൂടെയാണ് അമല പോൾ അഭിനയത്തിലേക്ക് എത്തുന്നത്. പിന്നീട് തമിഴിലെയും മലയാളത്തിലെയും സൂപ്പർ നായികയായി വളരുകയായിരുന്നു. ഈ അടുത്ത കാലം വരെ സിനിമയിൽ സജീവമായിരുന്നു അമല പോൾ. 2024 പുറത്തിറങ്ങിയ ആടുജീവിതവും ലെവൽ ക്രോസുമാണ് അവസാനമായി പുറത്തിറങ്ങിയ അമല പോൾ സിനിമ. എന്നാൽ എന്താണ് അമല പോളിന്റെ ബിസിനസ് എന്ന് നോക്കാം. അമല പോളും യോഗ ഹെൽത്ത് കെയർ മേഖലയിലാണ് ബിസിനസ് നടത്തുന്നത്. 2017 താരം ഒരു യോഗ സെന്റർ കൊച്ചിയിൽ ആരംഭിക്കുന്നത്. MR യോഗ സ്റ്റുഡിയോ എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. ഈ യോഗ സെന്റർ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. മലയാളത്തിലെ പല പ്രമുഖ താരങ്ങളും ഈ യോഗ സെന്ററിൽ പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട്. സിനിമ കൂടാതെ TV പ്രോഗ്രാമുകളിലും സീരിയലുകളിലും അഭിനയിച്ചിരുന്നു നമ്മുടെ അമല. ഇതുകൂടാതെ ചന്ദ്രിക, KC പ്ലസ് മിൽക്ക്, ജോസ് ആലൂക്കാസ്, ശ്രീദേവി ടെക്സ്റ്റൈൽസ് തുടങ്ങിയ ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസഡർ കൂടിയായിരുന്നു. ഇതുകൂടാതെ ചെന്നൈ റൈനോസ് CCL ടീമിന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയായിരുന്നു അമല. കമ്പനികളുടെ ബ്രാൻഡിങ്ങിലൂടെയും നല്ല രീതിയിൽ വരുമാനം നേടിയിരുന്നു അമല പോൾ. നമ്മുടെ അടുത്ത താരം റീമ കല്ലിങ്കലാണ്. ശ്യാമപ്രസാദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഋതു എന്ന ചിത്രത്തിലൂടെയായിരുന്നു റീമ കല്ലിങ്കൽ സിനിമയിലേക്ക് എത്തിയത്. ഈ സിനിമ പുറത്തിറങ്ങുമ്പോൾ അവരുടെ പ്രായം 25 വയസ്സായിരുന്നു. പിന്നീട് മലയാളത്തിലെ മുൻനിര നായികമാരിൽ ഒരാളായി വളരുകയായിരുന്നു റീമ. 2023 പുറത്തിറങ്ങിയ നീല വെളിച്ചമാണ് റീമ കല്ലിങ്കലിൻ്റെതായി അവസാനമായി പുറത്തിറങ്ങിയ സിനിമ. സിനിമ അഭിനയത്തിൽ മാത്രമല്ല കോടികൾ മുടക്കിയുള്ള സിനിമ പ്രൊഡക്ഷനിലും പങ്കുചേർന്നിരുന്നു റീമ കല്ലിങ്കൽ. ജിഞ്ചർ, മഹേഷിന്റെ പ്രതികാരം, മായാനദി, ഈമായു, വൈറസ് തുടങ്ങിയവ റീമ കല്ലിങ്കൽ പ്രൊഡക്ഷനിൽ പങ്കുചേർന്ന ചില സിനിമകളാണ്. ഏകദേശം 8ഓളം സിനിമകളുടെ നിർമ്മാണത്തിന്റെ ഭാഗമായിരുന്നു റീമ കല്ലിങ്കൽ. കൂടാതെ നിരവധി TV പ്രോഗ്രാമുകളുടെ ജഡ്ജും ഹോസ്റ്റുമായി പ്രവർത്തിച്ചിരുന്നു റീമ. കോടികൾ മുടക്കിയുള്ള പ്രൊഡക്ഷൻ കമ്പനിയല്ലാതെ കൊച്ചിയിലൊരു ഡാൻസ് സ്റ്റുഡിയോ കൂടി നടത്തിയിരുന്നു റീമ കല്ലിങ്കൽ. 2014 ഈ സ്ഥാപനം തുടങ്ങിയിരുന്നത്. മമാഗമം എന്നായിരുന്നു സ്ഥാപനത്തിന്റെ പേര്. അടുത്തത് നമിത പ്രമോദാണ്. 2011 പുറത്തിറങ്ങിയ ട്രാഫിക് എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് സിനിമയിലേക്ക് എത്തുന്നത്. എന്നാൽ 2012 പുറത്തിറങ്ങിയ പുതിയ തീരങ്ങൾ എന്ന ചിത്രത്തിലാണ് മലയാളത്തിൽ ആദ്യമായി നായികയായി നമിത പ്രമോദ് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് സിനിമകളിൽ നമിത പ്രമോദ് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴും സിനിമാ രംഗത്ത് സജീവമാണ് നമിത. സിനിമ കൂടാതെയുള്ള നമിത പ്രമോദിന്റെ ബിസിനസ് എന്താണ്? ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മേഖലയിലാണ് നമിത പ്രമോദിന്റെ ബിസിനസ്. 2023 നമിത പ്രമോദ് ഈ ബിസിനസ്സിലേക്ക് കടന്നത്. സമ്മർ കഫേ ടൗൺ എന്നായിരുന്നു സ്ഥാപനത്തിന്റെ പേര്. കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്തിരുന്നത് പ്രിയ താരങ്ങളായ രജിഷ വിജയനും മിയയും അപർണ ബാലമുരളിയൊക്കെ ചേർന്നായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ഈ സ്ഥാപനം പോകുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതുകൂടാതെ കേരളത്തിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന മിൽക്ക് ബ്രാൻഡായ എളനാട് മിൽക്കിന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് നമിത പ്രമോദ്. നമ്മുടെ അടുത്ത താരം മല്ലിക സുകുമാരനാണ്. പഴയകാല സൂപ്പർ നായകന്റെ ഭാര്യയും മലയാള സിനിമയിൽ സജീവമായി അഭിനയിക്കുന്ന നടിയും ഇന്നത്തെ 2 സൂപ്പർ താരങ്ങളുടെ അമ്മയുമായ മല്ലിക സുകുമാരന്റെ ബിസിനസ് എന്താണെന്ന് നോക്കാം. മല്ലിക സുകുമാരന്റെയും ബിസിനസ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മേഖലയിലാണ്. ഖത്തറിലാണ് മല്ലിക സുകുമാരന്റെ ബിസിനസ്. പൃഥ്വിരാജും ഇന്ദ്രജിത്തും മല്ലിക സുകുമാരും ചേർന്ന് ഒരു മൾട്ടി കുസിൻ റെസ്റ്റോറന്റ് ഖത്തറിൽ നടത്തുന്നുണ്ട്. ഖത്തർ സ്പൈസ് ബോട്ട് എന്നാണ് റെസ്റ്റോറന്റ് പേര്. ദോഹയിലാണ് ഈ റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത്. മല്ലിക സുകുമാരനാണ് ഈ റെസ്റ്റോറന്റ് നടത്തിക്കൊണ്ടുപോകുന്നത്. ഈ റെസ്റ്റോറന്റ് CEO മല്ലിക സുകുമാരനാണ്. നമ്മുടെ അടുത്ത താരം ഐശ്വര്യ ഭാസ്കറാണ്. മലയാളത്തിലെ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ ഒരു കാലത്തെ സൂപ്പർ നായികയായിരുന്നു ഐശ്വര്യ ഭാസ്കരൻ. മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ പ്രമുഖരോടൊപ്പം ഇവർ അഭിനയിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളോടൊപ്പം അഭിനയിച്ച ഇവർ ഇപ്പോൾ സിനിമയിൽ നിന്നും മാറി നിന്ന് ഇപ്പോൾ സ്വന്തമായൊരു ബിസിനസ് നടത്തിയാണ് ജീവിച്ചു പോകുന്നത്. നേരത്തെ പറഞ്ഞ മറ്റു താരങ്ങളെ പോലെയല്ല, സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നവരായിരുന്നു അവർ. എന്നാൽ സിനിമയിൽ നിന്നും മാറി നിന്ന് പുതിയൊരു ജീവിതമാർഗം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഐശ്വര്യ ഭാസ്കരൻ. ഇപ്പോൾ ഹാൻഡ്മെയ്ഡ് സോപ്പ് വിൽപ്പന നടത്തിയാണ് ഈ താരം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു കാലത്തെ സൂപ്പർ താരമായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഈ ബിസിനസ് ഇവർ ചെയ്തു പോകുന്നത്. താരത്തിൻ്റെ ഹാൻഡ്മെയ്ഡ് സോപ്പിന് ഒരുപാട് ഡിമാൻഡുണ്ട്. തെരുവുകൾ തോറും സോപ്പ് വിൽപ്പന നടത്തിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത്രയും നടിമാരെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെ ബിസിനസ് നടത്തുന്ന മറ്റു നടിമാരെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.